വിസയൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. അതുകൊണ്ട് രാജ്യാതിർത്തികൾ അങ്ങനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന സിദ്ധാന്തങ്ങളെല്ലാം ഭാരതത്തിൽ ഉണ്ടാകുന്നത് കാശ്മീർ, തിബറ്റ്, നേപ്പാൾ, ഗാന്ധാര ദേശം, അഫ്ഗാനിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ആ ഭൂപ്രദേശത്താണ് ഈ പറയുന്ന എല്ലാ സിദ്ധാന്തങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നത്. ക്രേഡിൽ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ആ ബെൽറ്റാണ്. അവിടെ നിന്നാണ് അത് പിന്നെ താഴോട്ടും പിന്നെ പല ഭാഗങ്ങളിലേക്കുമൊക്കെ ആയിട്ട് പോകുന്നത്. ഇതാണ് അതിൻ്റെ ചരിത്രം. അപ്പൊ ഇത് പിന്നീട് ഈ ശ്രമണ ബ്രാഹ്മണൻ എന്ന് പറയുമ്പം അതിന് ജാതിയായിട്ട് ബന്ധമില്ല. ജാതിയൊക്കെ വളരെ പിൽക്കാലത്ത്, വേദങ്ങളിൽ ജാതിയില്ല, വേദകാലഘട്ടത്തിൽ ജാതിയെ പറ്റിയിട്ടുള്ള ചിന്തകളില്ല. അതൊക്കെ പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ജാതി എന്നുള്ള വാക്ക് അല്ല ശരിക്കും പണ്ട് ഉപയോഗിക്കുന്നത്. വർണ്ണം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. വൃ എന്നാണ് അതിൻ്റെ ധാതു. സ്വീകരിക്കപ്പെടുന്നത്, വരിക്കപ്പെടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളുടെ സഹജ സ്വഭാവം അനുസരിച്ച് നമ്മൾ സ്വീകരിക്കുന്നതാണ് നമ്മുടെ വർണ്ണം, ജന്മം കൊണ്ടുണ്ടാവുന്നതല്ല. അത് ജാതി എന്നുള്ളത് ജാതമായതിനെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥം. അതിന് കാസ്റ്റ് എന്നൊരർത്ഥമില്ല. അപ്പം ജാതമായതിനെ സംബന്ധിച്ചത് ജാതി, വരിക്കപ്പെടുന്നത്, സ്വയം സ്വീകരിക്കപ്പെടുന്നത് വർണ്ണം. ആ വർണ്ണം 4ആയിട്ട്, പണ്ട് 4 ഇല്ല, 3 ഉണ്ടായിരുന്നുള്ളൂ. ഋഗ്വേദത്തില് ആദ്യത്തെ ഋഗ്വേദത്തിന്റെ ആദ്യ ഭാഗങ്ങളില് 4 വർണ്ണമില്ല, 3 വർണ്ണങ്ങളേ ഉള്ളൂ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ബ്രഹ്മം, ക്ഷത്രം, വിഷം. അങ്ങനെയാണ് 3 വർണ്ണങ്ങളെ പറയുന്നത് ഋഗ്വേദത്തില്. ബ്രഹ്മം, ക്ഷത്രം, വിഷം. അവിടെ ബ്രഹ്മം എന്നുള്ള വാക്കിന് ക്രതു, ആ ക്രതുവിന് യാഗം എന്ന് മാത്രമല്ല അർത്ഥം, ചിന്ത എന്നൊരർത്ഥവും കൂടിയുണ്ട്. അപ്പൊ ചിന്തിക്കുന്നവര് ബ്രാഹ്മണര്, ക്ഷത്രിയക്കാരോ ക്രിയ, പ്രവർത്തിക്കുന്നവര് ക്ഷത്രിയക്കാര്. ഇത് രണ്ടും അല്ലാത്ത സാധാരണ ആൾക്കാര് വിഷം. ഇതിനാണ് വൈശ്യപദം ഉണ്ടാവുന്നത്. അപ്പൊ ചിന്തിക്കുന്നവര് ബ്രാഹ്മണര്, പ്രവർത്തിക്കുന്നവര് ക്ഷത്രിയര്, ഇതൊന്നും ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാര് വിഷ വകുപ്പിൽ. അന്ന് വൈശ്യം എന്നുള്ള പദവും ഉണ്ടാവുന്നില്ല. ഇത് ചാതുർവർണ്ണ്യമായി തീരുന്നത് ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലത്തിലെ പുരുഷ സൂക്തത്തിലാണ് ആദ്യമായിട്ട് 4 വർണ്ണങ്ങളെ പറ്റി പറയുന്നത്. വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനുണ്ടായി, വക്ഷസിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി, അല്ലെങ്കിൽ കൈകളിൽ നിന്ന് ക്ഷത്രിയൻ, രാജർഷി, ക്ഷത്രിയൻ എന്നുള്ള വാക്കിന് വേറൊരു പേരെ ഉപയോഗിക്കുന്നുണ്ട്. ക്ഷത്രിയനുണ്ടായി, തുടകളിൽ നിന്ന് വൈശ്യനുണ്ടായി, കാലുകളിൽ നിന്ന് ശൂദ്രനുണ്ടായി. ഉച്ചനീചത്വമൊന്നുമില്ല. കാല് മോശം, തല ശ്രേഷ്ഠം, അതൊക്കെ സാധാരണഗതിയിൽ വിവരമില്ലാത്ത ആൾക്കാരല്ലേ പറയുന്നത്. കാല് പോയാൽ അറിയാം തലയുടെ പാട്, തല പോയാൽ അറിയാം കാലിൻ്റെ പാട്. ഇതൊക്കെ കൂടെ ചേരുമ്പോഴേ ശരീരം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. നമ്മുടെ വിചാരം ഈ താഴെ ചവിട്ടുന്നത് കൊണ്ട് ഇത് മോശക്കാരനും, ആകാശത്തിങ്ങനെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് ഇത് നല്ലതുമാണെന്നാണ്. ഇത് ഉയർന്നു നിൽക്കുന്നത് അത് താഴെ ചവിട്ടുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ഉയർന്നു നിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് ആ ഉച്ചനീചത്വങ്ങളൊക്കെ പിന്നെ വന്നതാണ്. അന്ന് അതൊന്നുമില്ല. അപ്പൊ ആദ്യം ഈ 3 ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചിന്തിക്കുന്നവരൊരു കൂട്ടര്, പ്രവർത്തിക്കുന്നവർ വേറൊരു കൂട്ടര്. അത് ശരിയാവും. പ്രവൃത്തി എപ്പോഴും ചിന്താധിഷ്ഠിതമായിരിക്കണം. അപ്പൊ ചിന്തയും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പൊ ബ്രാഹ്മണനും ക്ഷത്രിയനും ഒരുമിച്ചുണ്ടാവണം. പിന്നീട് ഈ വൈശ്യനാണ് പിന്നീട് ഇലാബറേറ്റ് ചെയ്യപ്പെട്ട് ഈ വിഷം എന്നുള്ളതാണ് വൈശ്യനും ശൂദ്രനും ആകുന്നത്. അപ്പൊ ആധ്യാത്മികമായി ചിന്തിക്കുന്നവര് ബ്രാഹ്മണര്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവര് ക്ഷത്രിയര്. ഭൗതികമായി ചിന്തിക്കുന്നവര് കൃഷി എവിടെ ഇറക്കണം, എത്ര ഇറക്കണം, കച്ചവടം എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് ചിന്തിക്കുന്നവര് വൈശ്യര്. അത് ആ പ്രാവർത്തികമാക്കുന്നത് ശൂദ്രര്. ഭൗതിക സമൃദ്ധി, ഭൗതികമായി ചിന്തിക്കുന്നവര് വൈശ്യര്, പ്രവർത്തിക്കുന്നത് ശൂദ്രര്. ആധ്യാത്മികമായി ചിന്തിക്കുന്നവര് ബ്രാഹ്മണര്, പ്രവർത്തിക്കുന്നവര് ക്ഷത്രിയര്. ആധ്യാത്മികതയും ഭൗതികതയും പണ്ട് കാലത്ത് ഭാരതത്തിൽ രണ്ടായിരുന്നില്ല. ഭൗതികതയും ആധ്യാത്മികതയും ഒന്ന് തന്നെയാണ്. അതൊക്കെ പിൽക്കാലത്താണ് ഇത് ഓർഡിനറി ആണ്, വേൾഡ്ലി ആണ്, അതർ വേൾഡ്ലി ആയിട്ടുള്ള എന്തുകൊണ്ടെന്നൊക്കെ പറയണത്. ഈ ജീവിതം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇത് വേണ്ടതുപോലെ വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, 8ാം ക്ലാസ്സിലെ പരീക്ഷ ശരിക്കും പാസ്സായില്ലെങ്കിൽ വീണ്ടും റബ്ബർ പന്ത് പോലെ 8ാം ക്ലാസ്സിൽ വന്നിരിക്കേണ്ടി വരും. അതാണ് പുനർജന്മം. വീണ്ടും വീണ്ടും അവിടെ വന്നിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ജന്മത്തിൽ ഇതൊക്കെ ഉപേക്ഷിച്ച് ഹിമാലയത്തിൽ കൊടുമുടികളുടെ അവിടെ തണുത്തുറഞ്ഞ് കിടക്കുന്ന ഗുഹയ്ക്കകത്ത് പോയിരുന്നാൽ മോക്ഷം കിട്ടും എന്നൊക്കെ വിചാരിച്ച് ഇതൊക്കെ ഉപേക്ഷിച്ച് പോയത് കൊണ്ടൊന്നും മോക്ഷം കിട്ടില്ല. അങ്ങനെ പോയവർ ഒരുപാട് പേര് ഋഷികേശ്, ഹരിദ്വാർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്.
ചതുർധാം യാത്രയ്ക്ക് പോകുന്നവരെല്ലാം അവരെ കണ്ടിട്ടുണ്ട്. അവരിൽ മുക്തരായിട്ടുള്ളവരെ കണ്ടിട്ടുള്ളതായിട്ട് ഒരാളും ഇതുവരെ തിരിച്ചു വന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാനൊരു കവിയേറ്റം കൂടി എടുക്കും. എന്താ കാര്യം എന്നറിയോ? ഞങ്ങൾക്ക് അറിയില്ല അവർ മുക്തരാണോ അല്ലയോ എന്ന്. ചൂടുള്ള വെള്ളം തൊടുമ്പോൾ ചൂടാണോ തണുപ്പാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈക്ക് എന്തോ സെൻസേഷണൽ പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. കണ്ടാൽ അറിയൂ. മുക്തപുരുഷന്മാരെ അവരുടെ പെരുമാറ്റം കൊണ്ടും കണ്ടാലും ഒക്കെ നമുക്ക് ഏകദേശം തിരിച്ചറിയാൻ പറ്റും. മുഴുവൻ അറിയാൻ പറ്റില്ല. പക്ഷെ ഇവർ സാധാരണക്കാരല്ല, നമ്മളെ പോലെയല്ല, കുറച്ച് വ്യത്യസ്തരാണ് എന്ന് മനസ്സിലാവും. കണ്ണിന് ഒരു തിളക്കമുണ്ട്, പല 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 കാര്യങ്ങൾ. ശരിക്കും മുക്തരാണോ ഇല്ലയോ എന്ന് അവരവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് വിട്ട് ഉപേക്ഷിച്ച് പോയത് കൊണ്ടൊന്നും മോക്ഷം കിട്ടില്ല. അത് പാക്കനാരാണോ ചാത്തനാരാണോ എന്നറിയില്ല, അദ്ദേഹത്തിന്റെ ചൊരക്ക പോലെയുള്ളൂ. അത് കാശി മുങ്ങിയാലും കൊള്ളാം, ഗംഗയെ മുങ്ങിയാലും കൊള്ളാം, നമ്മുടെ ഓടയിലെ വെള്ളത്തിൽ മുക്കിയാലും കൊള്ളാം, അത് സെയിം സ്വാദായിരിക്കും. എവിടെ മുക്കുന്നു എന്നുള്ളതൊന്നും ഒരു പ്രത്യേകതയുള്ളതല്ല. അതുകൊണ്ട് ഈ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് വേറെ എവിടെയോ പോയാൽ എന്തോ ഒന്ന് കിട്ടുമെന്ന് വെച്ച് പോയാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ പോകുന്നതിന് എനിക്കെതിരൊന്നുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, കിട്ടുകയല്ല. ഇനി അഥവാ നിങ്ങൾ അങ്ങനെ എങ്ങാനും പോയി കിട്ടിയാൽ എന്നോടും കൂടി ഒന്ന് പറയണം. കാരണം ഞാനും ഇത് കിട്ടാൻ വേണ്ടി നടക്കുകയാണ്. എന്നാൽ പിന്നെ ഇത് വിട്ട് അങ്ങോട്ട് പോയാൽ കിട്ടുമല്ലോ. അങ്ങനെ ഒന്നും കിട്ടുകയല്ല. പോയവർക്ക് ആർക്കും കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് വെറുതെ വേഷം കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജീവിതത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ ജീവിതത്തിൽ ഭൗതിക സമൃദ്ധിയും അനിവാര്യമാണ്. അടിസ്ഥാനപരമായിട്ട് ഇന്ന് ആഹാരത്തെക്കാൾ അനിവാര്യമാണ് ധനം. ധനമുണ്ടെങ്കിൽ ആഹാരവും ബാക്കിയെല്ലാം ഉണ്ടാവും. പണം വേണം. അപ്പം ഭൗതികമായിട്ട് ചിന്തിക്കണം, പ്രവർത്തിക്കണം. ഭൗതികത കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു ശൂന്യത അനുഭവപ്പെടും. കുറച്ച് ജീവിച്ചു കഴിഞ്ഞാൽ, എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ എന്തോ ഒന്നില്ല എന്ന തോന്നൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ എങ്കിൽ ശരിക്കും തൃപ്തിയോടുകൂടി ജീവിച്ചിട്ടില്ല. ശരിക്കും തൃപ്തിയോടുകൂടി വേണ്ടതുപോലെയാണ് ജീവിക്കുന്നതെങ്കിൽ മതി എന്ന തോന്നലുണ്ടാകും, ഒരു ശൂന്യതയും ഉണ്ടാകും. അതിനെയാണ് പണ്ട് നമ്മുടെ മഹർഷിമാര് ദാർശനിക വ്യഥ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഒരു ഉൾവേദന. എന്താ കാരണം? അതറിയില്ല. വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. സാമ്പത്തിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ശാരീരിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഫാമിലി റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടോ? ഇല്ല. മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്നില്ലേ? ഉണ്ട്. പിന്നെന്താ പ്രശ്നം? എന്തോ ഒരു പോരായ്മ. പിപീലികാദംശവത്. അകത്തുറുമ്പ് കടിച്ചാൽ എന്ത് സംഭവിക്കും? ചൊറിയാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരവസ്ഥ. അവിടെ നിന്നാണ് ആധ്യാത്മികതയിലേക്ക് മാറുന്നത്. ആ ആധ്യാത്മികതയിലേക്കുള്ള മാറ്റമാണ്. അപ്പൊ എന്ത് വേണം? ആധ്യാത്മികമായിട്ട് ചിന്തിക്കണം, പ്രവർത്തിക്കണം, ബ്രാഹ്മണ ക്ഷത്രിയരാകണം. ഇത് നാലും ഒരുമിച്ച് കൊണ്ടുപോകണം. ഇത് നമ്മൾ നാലും ഒരുമിച്ച് കൊണ്ടുപോകാറുണ്ട്. പൂജാമുറി അടിച്ചുവാരി വൃത്തിയാക്കി തുടച്ചു വെക്കുമ്പോൾ നമ്മൾ ശൂദ്രരാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് വേണോ, എണ്ണ വേണോ, മറ്റേ വിളക്കെണ്ണ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഏറ്റവും ലോ കോസ്റ്റ് സാധനം. അതാണ് നമ്മൾ മിക്കവാറും ഭഗവാന് കൊടുക്കുക. നമ്മുടെ അടുക്കളയിൽ 6 kg നെയ്യും ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് വിളക്കെണ്ണ തൊട്ടാൽ ക്വിക്ക് ഫിക്സ് വേണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കൈ വിടണമെങ്കിൽ കുറച്ച് പണിയാണ്. ഭഗവാൻ ഏറ്റവും ലോ ക്വാളിറ്റി, ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ ഇത് കൊടുക്കുക? വീട്ടിലെ കൊച്ചുങ്ങളും ഞാനും എൻ്റെ ഭാര്യയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് 6 kg നെയ്യ്. അങ്ങനെയല്ല, ഏറ്റവും നല്ലത് തന്നെ അവർക്കും കൊടുക്കണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് അത് വാങ്ങണോ, എണ്ണ വാങ്ങണോ, നെയ്യ് വാങ്ങണോ, വെളിച്ചെണ്ണ വാങ്ങണോ, പിന്നെ കൺഫ്യൂഷൻ. ഇത് വാങ്ങണോ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചില വിദ്വാന്മാര് വന്ന് പറയും വീട്ടിലെ വിളക്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ശത്രുദോഷം വരും. ഒരു മാങ്ങാത്തൊലിയും വരില്ല. വെളിച്ചെണ്ണ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് കത്തിത്തിരിക്കും. എണ്ണ ഉപയോഗിച്ചാൽ കുറച്ച് നേരം കത്തും, അതിലും കുറേ നേരം കത്തും. നെയ്യ് ഉപയോഗിച്ചാൽ അതിൽ കൂടുതൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ തർക്കങ്ങളായി, വിതർക്കങ്ങളായി. എണ്ണ വേണോ, നെയ്യ് വേണോ, വെളിച്ചെണ്ണ വേണോ, പിന്നെ അതിനെപ്പറ്റി പ്രഭാഷണങ്ങളായി, 100 റീൽസുകളായി. ചിലർ വന്ന് പറയും അങ്ങനെയാ ഇങ്ങനെയാ. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത സംശയം എന്താ വെച്ചാൽ എത്ര തിരിയിടണം? 1, 2, 3, 5 പല നമ്പറുകളാ. അത് ഇതിത്രയൊന്നും ചിന്തിക്കാനില്ല. വിളക്ക് കത്തിക്കുന്നതിനാ? വെളിച്ചം കിട്ടാൻ. അപ്പൊ ഒരു തിരിയിടണം. ആ തിരിയിട്ടാൽ വിളക്കിന്റെ നിഴൽ ഇപ്പുറത്ത് വീഴും. അതുകൊണ്ട് ഇപ്പുറത്തും കൂടി ഒരു തിരിയിടണം. നിങ്ങൾ ഇനി എത്ര തിരിയിട്ടാലും ഈ വിളക്കിന്റെ ഒരു ഷെയ്ഡ് അതിന്റെ താഴെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ വെറുതെ അതിന് പണി പറഞ്ഞു.
നിറതിരി ഇട്ടാലും ഇതിൻ്റെ അടിയിൽ ഒരു ഷെയ്ഡ് ഉണ്ടാവും, അത് വിട്ടേ. ഈ 2 തിരി ഇടണം. ഇനി ഞങ്ങൾക്ക് 2 തിരി ഇടാൻ പറ്റില്ല, വേണ്ട 1 തിരി ഇട്ടാൽ മതി. ഇതൊന്നും ഒരു കൺഫ്യൂഷന്റെ വഴിയേ അല്ല. അവിടെ ഇരിക്കുന്ന ആരും അവിടെ ഇരുട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര തിരി കത്തിച്ചു, നിങ്ങൾ കത്തിച്ചത് നെയ്യാണോ വെളിച്ചെണ്ണയാണോ എന്നൊന്നും നോക്കുകയല്ല. അവിടെ ശുദ്ധ പ്രകാശം മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ വിളക്ക് കത്തിക്കണം. ഇങ്ങനെ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ആരോ പറഞ്ഞു നെയ്യ് കത്തിക്കണം അത്രേ. കടം വാങ്ങിയിട്ട് ഇപ്പൊ പലരും വീട്ടിൽ നെയ്യ് കത്തിക്കുന്നത്. കടം കൂടുന്നതല്ലാതെ ഭഗവാന്റെ കൃപ ഒരു ലേശം പോലും വരുന്നില്ല. അവനവന്റെ പാങ് അനുസരിച്ചുള്ളത് വാങ്ങിയാൽ മതി. ഇനി എണ്ണ വാങ്ങിക്കാൻ പറ്റുകയില്ല, വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പറ്റുകയില്ല, നെയ്യ് വാങ്ങിക്കാൻ പറ്റുകയില്ല, വിളക്കെണ്ണ വാങ്ങിച്ചാൽ മതി. ആ സാധനല്ലേ ഏറ്റവും ലോ ബെസ്റ്റ്. കഴിവിനനുസരിച്ചല്ലേ കൊടുക്കാൻ പറ്റൂ. എനിക്കുള്ളതല്ലേ തരാൻ പറ്റൂ. എനിക്കില്ലാത്തത് ഞാൻ തരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കപടതയാണ്, കാപട്യമാണ്. എനിക്കുള്ളതേ തരാൻ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ പാങ്ങ്, നിങ്ങളുടെ പാങ്ങ് എനിക്കറിയില്ല, എൻ്റെ പാങ്ങ് നിങ്ങൾക്കും അറിയില്ല, അവരവർക്കറിയാം. അവരവരുടെ ഇതനുസരിച്ചിട്ട് അത് വാങ്ങിക്കുക. എന്നിട്ട് നമ്മൾ ആരോ പറഞ്ഞതനുസരിച്ച് നെയ്യ് വാങ്ങിച്ചു, തിരി വാങ്ങിച്ചു. തിരിയെ പറ്റിയിട്ടൊക്കെ വലിയ ഡിസ്കഷൻസ് ആണ്. തിരി വീട്ടിലുണ്ടാക്കണോ, ഈ പരുത്തിത്തിരി നല്ലതാണോ, എന്തോരം ഡിസ്കഷനാണെന്നറിയോ. അവസാനം ദൈവത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഒരു സമയവും ഇല്ല, ടൈം കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് കഞ്ച് തിരിയൊക്കെ കത്തിച്ച് ഭഗവാനെ തൊഴാൻ വേണ്ടി കണ്ണ് തുറന്നപ്പം ഈശാന കോണിലുള്ള തിരി കെട്ടു. ഭയങ്കര ആവലാതിയായി. പിന്നെ പരിഹാരം തേടലായി, പ്രശ്നം വെക്കലായി, ആകെ ബഹളായി. കാറ്റ് കെടുത്തിയത് ആ തിരി. കാറ്റ് കെടുത്തിയ തിരി നമ്മുടെ ജീവിതത്തിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. പ്രശ്നം വെക്കാൻ ജ്യോത്സ്യം വിളക്ക് കൊളുത്തുന്ന സമയത്ത് തിരി കെടുമ്പം ജ്യോത്സ്യന് അതൊരു ലക്ഷണമാണ്. അത് ജ്യോതിഷത്തിന്റെ ഭാഗമാണ്. അത് അവർക്ക് കൃത്യമായ ഫലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരുടെ ശാസ്ത്രം നിശ്ചയിച്ചിട്ടുള്ള ലക്ഷണങ്ങളാണ് അത് പലതും. അത് നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പോൾ ബാധകമൊന്നുമല്ല. അത് അവരുടെ ശാസ്ത്രം കൃത്യമായിട്ട് പ്രയോഗിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കുറെ സാധനങ്ങളാണ്. നമ്മുടെ വീട്ടിൽ തിരി കെട്ടാൽ എന്ത് ചെയ്യും? രണ്ടാമത് കത്തിക്കണം. അതും കെട്ടാൽ എന്ത് ചെയ്യും? അപ്പൊ എവിടുന്നോ കാറ്റ് കയറുന്നുണ്ട്, ആ ജനലങ്ങ് അടയ്ക്കണം, അല്ലെ ഫാൻ ഓഫ് ചെയ്യണം, തീർന്നു. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനിയും പ്രായശ്ചിത്തം ചെയ്യാൻ നാട്ടിലുള്ള അമ്പലങ്ങളിലെല്ലാം പോയി ഉള്ള സ്വതേ സമാധാനം ഇല്ല. അതുകൊണ്ടാണല്ലോ ഈ നെയ്യ് വാങ്ങണോ, എണ്ണ വാങ്ങണോ, വെളിച്ചെണ്ണ വാങ്ങണോ, 1 തിരി വേണോ, 2 തിരി വേണോ, 4 തിരി വേണോ എന്നൊക്കെ ചർച്ച ഉണ്ടാവുന്നത്. സമാധാനമുള്ളവർക്ക് ഇത്ര ചർച്ചയൊന്നുമില്ല, ഒരു തിരിയും കിട്ടും. അപ്പൊ ഈ സമാധാനം തിരിയിലൂടെ ഉണ്ടാവുന്നെന്നുള്ള മട്ടിലാണ്. പണ്ട് ഒരു കൂട്ടര് നമ്പൂതിരി ഫലിതങ്ങളിലുള്ളതാ. ഒരു കൂട്ടര് ഈ കുരുത്തോല ഇങ്ങനെ ഇടുക. അപ്പോൾ ഒരു നമ്പൂരി അതിലേ പോയി, ഇതെന്താവോ ഇങ്ങനെ ഇടുന്നത്? അതെ, ഗാന്ധി വരുന്നുണ്ടെന്ന്. ഓ, ഇതിലൂടെയാ ഗാന്ധി വരിക എന്ന് ചോദിച്ച പോലെയാണ്. അപ്പം ഈ തിരിയിലൂടെയും വിളക്കിലൂടെയും ഒന്നുമല്ല ഗാന്ധി വരുന്നത്, അല്ല സോറി, ദേവിയോ ദേവനോ വരുന്നത്. അത് നമ്മുടെ സൗകര്യാർത്ഥം ഇടുന്നതാണ്. പിന്നെ അത് കെട്ടുപോയി കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള ചിന്ത, ഇതൊന്നും സത്യത്തിൽ ആവശ്യമുള്ളതല്ല. അപ്പൊ ആ തിരി, എണ്ണ, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ വൈശ്യരാണ്. ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന, കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുള്ള പ്രാർത്ഥനാലയത്തില് കുഴപ്പമൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ അതിനെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ ക്ഷത്രിയരാണ്. അതിനകത്ത് കയറി തടുക്കിലിരുന്ന് നാമം ജപിക്കുമ്പം നമ്മൾ ഓരോരുത്തരും ബ്രാഹ്മണരാണ്. അപ്പം നമ്മൾ ഒരേ ദിവസം തന്നെ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്. ഇത് നമ്മളിലുള്ളതാണ് ഈ 4. അല്ലാതെ നമ്മളിൽ ചിലത് കൂടും. ഇത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് നമ്മളതിനെ പരിപോഷിപ്പിക്കും. ഇത് വർണ്ണങ്ങളുടെ ഒരു രീതി. ഇനി മറ്റൊരു രീതിയിലും ഈ വർണ്ണങ്ങളെ കാണാം ആധ്യാത്മികമായിട്ട്. ശൂദ്രൻ, ശുച് എന്ന ധാതുവിൽ നിന്നുണ്ടാവുന്നതാണ് ശൂദ്രൻ. ശുച് എന്നുള്ള ധാതുവിന് ദുഃഖം, ദുഃഖിക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ ഭൗതികമായ ലോകത്തിൽ ദുഃഖിച്ചുഴറുന്നവർ ശൂദ്രൻ. അതുകൊണ്ടാണ് രൈക്കോ മഹർഷി, അതേത് ഉപനിഷത്തിൽ? അച്ഛാന്തോക്യ ഉപനിഷത്തിൽ രൈക്കോ മഹർഷി ജ്ഞാനശ്രുതി എന്ന ക്ഷത്രിയ മഹാരാജാവിനെ കാണുമ്പോൾ ഹേ ശൂദ്ര എന്നാ വിളിക്കുന്നത്. അത് കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് പറയാം. അങ്ങനെ എന്റെ ഗീത തീർന്നു എടുക്കാതെ എന്നെ പഴിപ്പെടരുതേ. അപ്പൊ നമ്മൾ ഇങ്ങനെ പോയാലേ ഒരു രസമുള്ളൂ. ഇങ്ങനെ പോയി വന്ന് വരുമ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഈ ജ്ഞാനശ്രുതി എന്ന് പറയുന്നത് ഒരു രാജാവായിരുന്നു. ഈ രാജാവിന് പക്ഷികളുടെ ഭാഷയാണ്. ഈ രാജാവ് ഒരു ദിവസം മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു. ആരാണ് ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യൻ? ഈ രാജാവാണോ? ഈ ജ്ഞാനശ്രുതിയൊന്നുമല്ല, അത് ആ രൈക്കോ മഹർഷിയാണ് ഏറ്റവും ശ്രേഷ്ഠനായ ആള്. ഇപ്പം ഒരു രാജാവിനൊരു ആഗ്രഹം, ഇതാരാണെന്ന് കണ്ടുപിടിക്കാം.
അങ്ങനെ അദ്ദേഹം ഭടന്മാരെ അന്വേഷിക്കാൻ അയച്ചു, കണ്ടുപിടിച്ചു. ചന്തയിൽ ഒരു ഉന്തുവണ്ടിയുടെ താഴെ ചൊറിയും കുത്തിയിരിക്കുന്ന ആളാണ് ഈ രൈക്വാൻ. അപ്പൊ അയാളോട് ചെന്ന് പറഞ്ഞു, മഹാരാജാവ് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് വരണം. എനിക്കെന്ത് മഹാരാജാവ്, എന്നെ കാണണം എന്നുള്ളവർ ഇങ്ങോട്ട് വരണം. അപ്പൊ ജ്ഞാനശ്രുതിക്കാണല്ലോ കാണണം എന്നുള്ള ആഗ്രഹം. ഇപ്പൊ മട്ടുപ്പാവിൽ നിന്ന് ഇറങ്ങി നടന്ന് ഈ മാർക്കറ്റിൽ വന്ന്, ചന്തയെ വന്ന്, ഈ ഉന്തുവണ്ടിയുടെ താഴെ ചൊറിയും കുത്തിയിരിക്കുന്ന ആളെ കാണാൻ വന്നു. അപ്പം ആ ചൊറിയും കുത്തിയിരിക്കുന്ന ആള് ഈ രാജാവ് വരുന്നത് കണ്ടപ്പം, ക്ഷത്രിയന്മാരാണ് രാജാക്കന്മാര്, ആ രാജാവ് വരുന്നത് കണ്ടപ്പം വിളിച്ചത് ഹേ ശൂദ്ര. ക്ഷത്രിയ എന്നല്ല വിളിച്ചത്, ശൂദ്ര എന്നാണ് വിളിച്ചത്. ദുഃഖിക്കുന്നവൻ. ഈ ദുഃഖിക്കുന്നത് എപ്പോഴാ? 2 എന്ന ഭാവം ഉള്ളപ്പോഴേ ദുഃഖം ഉണ്ടാവുള്ളൂ. 2 എന്ന ഭാവം ഇല്ലെങ്കിൽ ദുഃഖമുണ്ടാവില്ല. 2 എന്നുള്ള ഭാവമാണ് ദുഃഖം. ഭൗതിക ജീവിതത്തിൽ ദുഃഖം മാത്രമേ ഉള്ളൂ. ദുഃഖം എന്ന് പറഞ്ഞാൽ കരച്ചിൽ വരുത്തുന്നത് മാത്രമല്ല, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, സന്ദേഹം ഉണ്ടാക്കുന്നത്, അസംതൃപ്തി ഉണ്ടാക്കുന്നത്, ഇതെല്ലാം ദുഃഖം. ആ ദുഃഖിക്കുന്നവൻ ശൂദ്രൻ. അങ്ങനെ കുറച്ചു കാലം ദുഃഖിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതിനൊരു അറുതിയുണ്ടോ എന്ന് തോന്നും. നമ്മൾ അന്വേഷിക്കും, ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? എന്ത് ചെയ്താലും ഈ ദുഃഖം തന്നെയാണ്. സന്തോഷത്തിന് വേണ്ടിയിട്ടാണെന്ന് കരുതി ചെയ്താലും അത് ദുഃഖത്തിലേക്ക് ചെല്ലുന്നു. അപ്പൊ ഈ ദുഃഖത്തിന് എന്തെങ്കിലും ഒരു അവസാനിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ആധ്യാത്മിക മാർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. പ്രവേശനേ വൈശ്യൻ. ആധ്യാത്മിക മാർഗത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ വൈശ്യരായി. അപ്പൊ പ്രവേശിച്ചിട്ടേ ഉള്ളൂ. അതിൽ നമ്മൾ പലതരത്തിലുള്ള ആധ്യാത്മിക സാധനങ്ങളെ കുറിച്ച് അന്വേഷിച്ച് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 2 എന്ന ഭാവത്തെ ഇല്ലാണ്ടാക്കും. ക്ഷതത്തെ ത്രാണം ചെയ്യുന്നവൻ. ക്ഷതം 2, 1 2 ആകുമ്പോഴാണ് ഇതിന് ക്ഷതം വരുന്നത്. അപ്പൊ ക്ഷതത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നവൻ ആരോ, അവൻ ക്ഷത്രിയൻ. അപ്പൊ 2നെ 2ൽ നിന്ന് രക്ഷിക്കുന്നവൻ, ഒന്നാക്കുന്നയാള് ക്ഷത്രിയൻ. അപ്പൊ ക്ഷത്രിയന്റെ സാധന കൊണ്ട് ഭേദം അഭേദതലത്തിലേക്ക് പതുക്കെ പോകും. അവിടെ നിന്ന് ഈ പരമമായത് എപ്പോഴും വികസിച്ച്, ബൃഹ് എന്നുള്ള ധാതു വികസിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്ന തലത്തിലേക്ക് ചേർക്കേറുമ്പോൾ ബ്രാഹ്മണൻ. ആധ്യാത്മിക യാത്രയാണ്. ശൂദ്രനിൽ തുടങ്ങി വൈശ്യനായി ക്ഷത്രിയത്വത്തിലേക്ക് ഉയർന്ന് ബ്രാഹ്മണനാകും. ഇതൊക്കെ നമ്മൾ ഒരു ജീവിതത്തിൽ ചെയ്യേണ്ടതാണ്. ഇതിന് പകരം ജാതി തിരുത്തിയിരുന്ന അടിയാണ്. അവരടിച്ചോട്ടെ, അങ്ങനെ അടിക്കേണ്ടവരൊക്കെ അടിച്ചോട്ടെ, അഭിമാനിക്കേണ്ടവരൊക്കെ അഭിമാനിച്ചോട്ടെ. നമുക്ക് വേറൊരു വഴിയിലൂടെ പതുക്കെ നടക്കാം. കാരണം നമുക്ക് എത്താൻ ഇടം വേറെയുണ്ട്. മറ്റേ റോബർട്ട് ഫ്രോസ്റ്റ് അദ്ദേഹത്തിന്റെ ദ റോഡ്ലെസ് ട്രാവലിന്റെ അവസാനം പാടിയതുപോലെ, ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഈ വനാന്തരം അതിമനോഹരവും നിഗൂഢവുമാണ്. പക്ഷേ എനിക്കത് കണ്ട് ആസ്വദിച്ച് മുഗ്ധനായി നിൽക്കുവാൻ പറ്റില്ല. ഉറങ്ങുന്നതിന് മുമ്പ് ദൂരമേറെ താണ്ടേണ്ടതായിട്ടുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് ദൂരമേറെ താണ്ടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവരങ്ങനെ ചെയ്യുന്നു, അവരിങ്ങനെ ചെയ്യുന്നു, അവർ ചെയ്തോട്ടെ, നമ്മൾ പതുക്കെ അങ്ങ് മാറി നടക്കും. ഇതാണ് 2 ക്ലാസിഫിക്കേഷൻ. അപ്പം ബ്രഹ്മം, ബ്രാഹ്മണരും ശ്രമണരും ഇവരുമായിട്ടുള്ള സംയോജനത്തിലാണ് ഈ ചാതുർവർണ്ണ്യം ഒക്കെ ഉണ്ടാവുന്നത്. ആദ്യ കാലഘട്ടങ്ങളില്ല. വേദത്തിൽ 10ാം മണ്ഡലത്തിന് മുമ്പ് 4 വർണ്ണങ്ങളില്ല, 3 വർണ്ണങ്ങളേ ഉള്ളൂ. ബ്രഹ്മം, ക്ഷത്രം, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ എന്ന് പോലും പറയുന്നില്ല. ബ്രഹ്മം, ക്ഷത്രം, വിശം. അങ്ങനെ ഇത് വരുമ്പോഴും വേദങ്ങളിൽ ബലിയുണ്ട്. ആ ബലി പക്ഷേ ഈ പറഞ്ഞ ബലിയുമായിട്ട് ബന്ധമില്ല. കാനിബലിസം എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതായത് നരഭോജ സമ്പ്രദായം. അതുകൊണ്ടാണ് അവർ ബലി കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതായത് നമ്മുടെ പിതൃക്കളിൽ ആരോ ആണ് ഈ ജന്തു, ഇതിനെ ഭക്ഷിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അവിടെ പച്ചക്കറിയൊന്നുമില്ല. അപ്പോൾ അതിനെ ബലി കൊടുത്തു, അതിൻ്റെ മാംസം പ്രസാദമായിട്ട് സ്വീകരിച്ചു. അത് ഈ ബലി ദേവതാപ്രീതിക്കായിക്കൊണ്ട് ചെയ്യുന്നതാണ്. ഈ ജന്തുവിൻ്റെ പ്രാണനെ ആ ദേവതയ്ക്ക് സമർപ്പിക്കുന്നതാണ് ബലി. അങ്ങനെ സമർപ്പിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് സമർപ്പിക്കുന്നയാളാണ് തീരുമാനിക്കുന്നത്, കണ്ടു നിൽക്കുന്നവരല്ല. ചെയ്യുന്നയാൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് ചെയ്യുന്നയാളാ, കണ്ടു നിൽക്കുന്ന ഞാനും നിങ്ങളുമല്ല. അയാൾക്കത് ശരിയാണെന്ന് തോന്നിയാൽ, അത് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് നിയമപരമാണെങ്കിൽ അയാൾക്ക് ചെയ്യുവാനുള്ള അധികാരമുണ്ട്. അത് ഹിംസയല്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് ഹിംസയല്ലേ എന്നുള്ളത് ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം എന്നുണ്ടെങ്കിൽ
പച്ചക്കറി കഴിക്കുന്നതും ഹിംസയല്ലേ? ജീവനില്ലാത്ത ഒരു സാധനം, അങ്ങനെ ജീവനില്ലാത്ത സാധനത്തെ തിന്നുന്നതാണ് അഹിംസ എങ്കിൽ മണ്ണും കല്ലും ഒക്കെ വാരി തിന്നേണ്ടി വരും. ഈ പച്ചക്കറിക്കൊക്കെ ജീവനുണ്ട്. ഇതൊന്നും ചത്ത സാധനമൊന്നുമല്ല, നല്ല ചൈതന്യം തുടിക്കുന്ന സാധനമാണ് ഈ പച്ചക്കറികളൊക്കെ. അത് നമുക്ക് തിന്നാൻ വേണ്ടി പറിക്കുമ്പോൾ ചെടിക്ക് വേദന എടുക്കുമെന്ന് ജെസി ബോസ് ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് തെളിയിച്ചിട്ടുമുണ്ട്. ഇതിനൊക്കെ സീക്രട്ട് ലൈഫ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഇവർക്കൊക്കെ വേദനയുണ്ട്, വിഷമമുണ്ട്. അതുകൊണ്ടാണ് തെങ്ങിനോട് സംസാരിച്ചാൽ അത് തേങ്ങ കൂടുതൽ തരും. തെങ്ങും തോപ്പില് പാട്ടൊക്കെ വെച്ച് കൊടുക്കും തേങ്ങ കൂടുതൽ കിട്ടും എന്നാ വെച്ച് കൊടുക്കുന്നവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല, കാരണം കൃഷി എൻ്റെ പണിയല്ല നോക്കും. ഇതിൽ കർഷകരുണ്ടെ ചെയ്തു നോക്കിയാൽ അറിയാം. അപ്പം അതുകൊണ്ട് ഇതൊക്കെ സെൻഷ്യൻസ് ഉള്ളതാണ്. ബുദ്ധമതപ്രകാരം പ്ലാന്റ്സിന് സെൻഷ്യൻസ് ഇല്ല. അതുകൊണ്ടാണ് അവര് പ്ലാന്റ്സിനെ, ഈ ചെടികളെ ആഹരിക്കുന്നത്. അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടി പോകില്ലേ? എല്ലാം സെൻഷ്യൻ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണും കല്ലുമായി ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ അവരെന്ത് ചെയ്തു? പ്ലാന്റുകളെ അങ്ങ് ഒഴിവാക്കി. അതാണ് എൻ്റെ വാദം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ചരിത്രം പറയണത്. എൻ്റെ വാദം മാത്രമല്ല, ചരിത്രം അങ്ങനെ തന്നെയാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ബലി കൊടുക്കുന്നത് ശരിയോ തെറ്റോ അത് കൊടുക്കുന്നവർ തീരുമാനിക്കും. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇപ്പം ബലി കൊടുക്കാൻ പറ്റില്ല, ഇല്ലീഗലാണ്. അതുകൊണ്ട് ഇപ്പൊ കൊടുക്കുന്ന ബലി തെറ്റോ ശരിയോ എന്ന് പറയാൻ എനിക്ക് ഞാൻ ആളല്ല. കാരണം അങ്ങനെ ശരിയോ തെറ്റോ എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ കോടതി കിടക്കുന്ന ഒരു ചോദ്യമാണ്. സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കുറച്ച് പേര്, ബലി കൊടുക്കുന്നത് റീഇൻസ്റ്റേറ്റ് ചെയ്യണം, കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അത് സബ്ജുഡീസ് ആവും നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ. അപ്പൊ ഇന്നത്തെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ഇവിടെ നിലവിലുണ്ടായിരുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പം കേരളത്തിൽ ഈ ബലി കൊടുക്കുന്നത് നിയമപരമായിട്ട് തെറ്റാണ്. അതിന്റെ സാധുതയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലെ കേസ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പൊ കൊടുക്കുന്ന ബലി ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. പക്ഷെ ഭാരതത്തിൽ ഇതെല്ലാം ഉണ്ട്. ഭാരതത്തിൽ ബലി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിലർ പറയും പശ്വാലംബന മീമാംസ എന്നൊരു മീമാംസയുണ്ട്, എങ്ങനെ ബലി കൊടുക്കണം എന്നൊക്കെ പറയാവുന്ന മീമാംസാ ഗ്രന്ഥമാണ്. യാഗത്തിൽ എങ്ങനെ വേണം ബലി കൊടുക്കാൻ. അപ്പം ആലംബനം എന്നുള്ള വാക്കിന് ലഭ് എന്നാണ് ധാതു, ലംഭ് എന്നല്ല മാത്രമല്ല ധാതു. ലംഭ് എന്ന് പറഞ്ഞാൽ വധിക്കുക എന്നർത്ഥം. ലഭ് എന്നാണ് ധാതു. ആ ധാതുവിന്റെ അർത്ഥം തലോടുക എന്നാണ്. പിന്നെ പശുവിനെ കെട്ടിയിട്ടിട്ട് തലോടുകയല്ലേ. ലഭ് എന്നുള്ള ധാതുവിന് വധിക്കുക എന്നൊരർത്ഥവും കൂടിയുണ്ട്. ലഭ് എന്നുള്ള ധാതുവിന് തടവുക എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്. അതുവരെ പറയാത്തതാണ്. അതിന് കൊല്ലുക എന്നുള്ള അർത്ഥമുണ്ട്. അത് ബലി കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ വെട്ടിയാണ് കൊടുത്തിരുന്നത്, പിന്നെ നവദ്വാരങ്ങളും അടച്ചിട്ടാണ് കൊടുത്തിരുന്നത്. അതൊക്കെ ക്രൂരമല്ലേ എന്നുള്ള ചോദ്യമൊന്നും പ്രസക്തമായിട്ടുള്ളതല്ല. കാരണം അവിടെ ആ ജീവൻ ഊർധ്വഗതിയാണ് കിട്ടുന്നത്. ഈ ബലി കൊടുക്കപ്പെടുന്ന മൃഗത്തിന് ഊർധ്വഗതി കിട്ടുന്നു, അത് ഒരു ഉത്തമമായ ജന്മത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ചില യുക്തിവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ബലി കൊടുക്കപ്പെടുന്ന മൃഗത്തിന് മോക്ഷമാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ അച്ഛനെയും അപ്പൂപ്പനെയും ഒക്കെ കൊടുത്താൽ പോരെ? അവർക്ക് മോക്ഷം കിട്ടില്ലേ? മതിയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഫ്രണ്ടൽ കോർട്ടെക്സ് ഉള്ളത് കൊണ്ട് അവരുടെ ശരി തെറ്റുകൾ തീരുമാനിക്കാൻ പറ്റും. അവർക്ക് എൻ്റെ സഹായം വേണ്ട. ഈ മൃഗങ്ങൾക്ക് പാവം ഫ്രണ്ടൽ കോർട്ടെക്സ് ഭഗവതി കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് എൻ്റെ സഹായം കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടായിരിക്കാം. ഇല്ലാന്ന് നിങ്ങളോട് ഏതെങ്കിലും കോഴിയോ ആടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടില്ല. ഉണ്ടാകാം. അപ്പോൾ അവർ ബലി കൊടുക്കുന്നു. ഞാൻ ബലി കൊടുക്കാറില്ല. മാംസഭക്ഷണം എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അത് കഴിക്കുന്നത് വേറൊരാളത് കഴിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല. മോക്ഷം റിസർവ്ഡ് ഫോർ വെജിറ്റേറിയൻസിനാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറയുന്നതാണ്. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ശ്രീകൃഷ്ണൻ, അർജുനൻ ഇവരൊക്കെ നോൺ വെജിറ്റേറിയൻസ് ആണ്. പലലം രാമായണത്തിലെ വലിയ ചോദ്യമാണ്. ദേവി സീത മടങ്ങി വരുന്ന സമയത്ത് 1000 കുടം മദ്യവും നല്ല മാനിറച്ചിയും കൊടുക്കാം എന്നാണ് രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അവിടെയൊക്കെ എത്തുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. വായിച്ചാൽ ഇതൊക്കെ അതിനകത്ത് കാണും. ഒരു ആഹാരം ഒരാളുടെ ഇഷ്ടമാണ്. അവർക്ക് ഇഷ്ടമുള്ളത് അവർ കഴിച്ചോട്ടെ. നമുക്ക് ഈ എല്ലാ കാര്യത്തിലും ഇടപെടുന്നത് ഒരു സ്വഭാവമായതുകൊണ്ട് എൻ്റെ രീതികൾ അനുസരിച്ചിട്ടല്ല നിങ്ങളുടെ രീതികൾ ഉണ്ടെങ്കിൽ രീതികൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ നിങ്ങളുടെ മുകളിൽ കയറി ചാടും. അതാണ് ഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ ആടിനെ വെട്ടല്ലാതിരിക്കലും കോഴിയെ വെട്ടാതിരിക്കലും മാത്രമൊന്നുമല്ല.
അഹിംസ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന്റെ മുകളിൽ സ്വന്തം അഭിപ്രായം സന്നിവേശിപ്പിക്കാതിരിക്കുക എന്നും കൂടിയുള്ളതാണ്. അതുകൊണ്ട് ഗാന്ധിജിയുടെ അഹിംസാവാദത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഇതിൽ ഗാന്ധിവാദികളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, പറയാതിരിക്കാൻ പക്ഷേ എനിക്ക് പറ്റില്ല. കാരണം ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഗാന്ധിവാദികൾക്ക് വിഷമം വരും. നിങ്ങളുടെ വിഷമത്തോട് ഞാൻ ആദ്യമേ അപ്പോളജൈസ് ചെയ്യുന്നു. പക്ഷെ ഗാന്ധിജിയുടെ അഹിംസാവാദം അഹിംസയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒന്നിനെ കൊന്നിട്ടൊന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ ക്ഷുദ്ര ജന്തുക്കളെ അല്ലാതെ. പക്ഷെ അങ്ങനെ ചെയ്തതെല്ലാം ഹിംസയാണ്. ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം ഇരിക്കുന്നുണ്ട്. ഇത് എൻ്റെ ഗ്ലാസ് വെള്ളമാണെന്ന് പറഞ്ഞ് ഞാൻ എടുക്കാൻ പോകുമ്പം ഈ മുമ്പിലിരിക്കുന്ന അജിത്ത് എന്ന് പറയുകയാണ് ഇത് എൻ്റെയും കൂടിയാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ ഒരു കശപിശ ഉണ്ടാവും, ഒരു വാക്തർക്കം ഉണ്ടാവും. ഒന്നുകിൽ ഞാൻ ജയിക്കും, അല്ലെ അജിത്ത് ജയിക്കും. ഈ വെള്ളം ആരെങ്കിലും ഒരാൾ കുടിക്കും. അജിത്ത് ഈ വെള്ളം എടുക്കാൻ നേരത്ത് ഞാൻ എൻ്റെ നെഞ്ചത്ത് കടിക്കാൻ തുടങ്ങിയാലോ, ഞാൻ പട്ടിണി കിടന്നാലോ, നിരാഹാര സമരം, ഞാൻ അജിത്തിനെ ഒന്നും പറയുന്നില്ല, ചീത്തയും വിളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അജിത്ത് വെള്ളം എടുക്കുകയാണോ, എടുത്തോ, എന്നാൽ ഞാനിനി ഒന്നും കഴിക്കില്ല. എന്താ ഗിരീഷ് വെള്ളം കുടിക്കാത്തത്? എൻ്റെ വെള്ളം അജിത്ത് എടുത്തത്, അത് തിരിച്ചു തരുന്നവരെ ഞാൻ ഇനി ഭൂക്കാഹർത്താലാണ്. അത് ഹിംസയല്ലേ? അത് ഹിംസയല്ലേ? ആ ആളെ എങ്ങനെയാ അഹിംസാവാദി എന്ന് വിളിക്കുക? വേറൊരാളുടെ അഭിപ്രായത്തെ മാനിക്കാതെ സ്വന്തം അഭിപ്രായം അയാളുടെ മുകളിലേക്ക് കെട്ടി ഏൽപ്പിക്കുന്ന ഒരാള് ഹിംസയാണ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് തർക്കിക്കാം, വാദിക്കാം, അത് ഹിംസയല്ല. ഹിംസയാകുന്നത് നിങ്ങളുടെ ചെയ്തികളെ അംഗീകരിക്കാതെ എൻ്റെ ചെയ്തിയെ നിങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോഴാണ്. അപ്പം ഞാൻ ഈ പട്ടിണിയൊക്കെ കിടക്കുന്നത് കാണുമ്പം ഹൃദയാർദ്രതയുള്ള അജിത്ത് പണ്ടാരടങ്ങട്ടെ, ഞാൻ ദാഹിച്ച് ചത്താലും വേണ്ടില്ല, ഇയാൾക്ക് വെള്ളം കൊടുക്കണം. അപ്പൊ അവിടെ കാരുണ്യമുള്ളത് അജിത്താണോ ഞാനാണോ? ഇദ്ദേഹം എല്ലാം അങ്ങനെ ചെയ്തിരിക്കുന്ന മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും വില കൊടുക്കാതെ പട്ടിണി കിടക്കും. തരം കിട്ടിയ ഇങ്ങനെ പോയി പട്ടിണി കിടക്കും. മനുഷ്യരുടെ ഉള്ളിൽ ആർദ്രതയുടെ അംശമുള്ളത് കൊണ്ട് പണ്ടാരടങ്ങട്ടെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഹിംസാവാദം അല്ല എന്നാണ് ഞാൻ പറയുന്നത്. കൊല്ലല് മാത്രമൊന്നുമല്ല ഹിംസ. അങ്ങനെയാണെങ്കിൽ വേറൊരാളുടെ അഭിപ്രായത്തെ ഹനിക്കുന്നതും ഹിംസ തന്നെയാണ്. അപ്പൊ ഞാനാണ് ഏറ്റവും വലിയ അഹിംസാവാദി. നിങ്ങളുടെ ശരികളിൽ നിന്നുകൊണ്ട് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഭഗവതിക്ക് ബലി കൊടുത്താലേ ഭഗവതി പ്രീതിപ്പെടുകയുള്ളൂ എങ്കിൽ, അത് ഭരണഘടനാപരമായിട്ട് ശരിയാണ് എങ്കിൽ, അത് നിങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഈ സംസ്കൃതിയിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. ബലി കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പശുവാലംബനം, പശു എന്നുള്ള വാക്കിന് മൃഗം എന്നുള്ള അർത്ഥമേ ഉള്ളൂ, കൗ എന്നുള്ള അർത്ഥമില്ല. പശുവാലംബനം എങ്ങനെ നടത്തണം എന്ന് പശുവാലംബന മീമാംസയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ ശരികളിൽ നിന്ന് മാത്രമേ ഉയർന്ന ശരികളിലേക്ക് ചേക്കേറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതിനെ നാം മാനിക്കണം. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. അത് ചാവുന്ന സമയത്ത് കാണുന്ന പെടച്ചില് വേദനയാണ് എന്ന് നാം അസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, ഞാനും ഒരു കൊച്ചു കുഞ്ഞും വണ്ടി കയറി മരണവെപ്രാളം കാണിക്കുന്ന ഒരു പൂച്ചയുടെ ചേഷ്ടകൾ കാണുകയാണ്. കൊച്ചുകുട്ടി കൈയടിച്ച് ചിരിക്കും, എനിക്ക് വേദനയുണ്ടാകും. അത് കാഴ്ചയുടെ വ്യത്യാസമാണ്, കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. കുട്ടി അതിനെ കാണുന്നത് പോലെയല്ല ഞാൻ കാണുന്നത്. അത് കൊച്ചുകുട്ടിയല്ലേ, നിങ്ങൾ മുതിർന്നവരല്ലേ. അങ്ങനെ കൊച്ചുകുട്ടികളും മുതിർന്നവരും ഒന്നുമില്ല ഈ ലോകത്ത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇൻഎക്സ്പീരിയൻസ്ഡ് തന്നെയാണ്. അല്ലാണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ തന്നെയാണ്. കൊച്ചുകുട്ടി മുതിർന്ന ആൾക്കാരും ഒന്നുമില്ല. അതിന് വേദന അങ്ങനെ വേദനിക്കാതെ കൊല്ലണമെങ്കിൽ ഒറ്റ ജീവിയെ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ. ചെടികളെ പോലും കൊല്ലാൻ പറ്റില്ല. മത്സ്യം മാത്രമേ വേദനയില്ലാത്തതായിട്ടുള്ളൂ. അതും ഇപ്പൊ ഡിബേറ്റഡാ. മത്സ്യത്തിന് വേദന ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. മത്സ്യത്തിന് വേദന ഇല്ല എന്നാണ് ഇതുവരെ. ഇപ്പൊ ചെറിയ ചെറിയ ഗവേഷണങ്ങൾ പറയുന്നുണ്ട് മത്സ്യത്തിന് വേദന ഉണ്ടെന്ന്. മത്സ്യം അപ്പം പിടയ്ക്കുന്നതോ അത് റിഫ്ലക്സ് ആക്ഷനാണ്, അത് വേദന കൊണ്ടല്ല.
അതുകൊണ്ടാണ് പാമ്പിനെ കൊന്നു കഴിഞ്ഞാലും ശ്രദ്ധിക്കണം എന്ന് പറയണത്. പാമ്പിനെ കൊന്നു കഴിഞ്ഞാൽ അത് ചത്തു കഴിഞ്ഞാലും അത് കടിച്ചാൽ മരിക്കും നമ്മൾ. ആ കടി ബോധപൂർവം ജീവനുള്ളത് കൊണ്ടല്ല, അത് റിഫ്ലക്സ് ആക്ഷനാണ്. അപ്പം അതുകൊണ്ട് റിഫ്ലക്സ് ആക്ഷനാണ് മത്സ്യത്തിൻ്റെത്. ഇത് ഞാൻ നിങ്ങളെ മത്സ്യം കഴിക്കാൻ പ്രേരിപ്പിക്കുകയോ മാംസം കഴിക്കാൻ പ്രേരിപ്പിക്കുകയോ മൃഗബലി നടത്താൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയല്ല. അത് ചെയ്യുന്നവരെ സ്വസ്ഥമായി അത് ചെയ്യാൻ വിടുക. അവർ നാളെ ഉയർന്നേക്കാം. നിങ്ങൾ ഈ നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ നടത്തുന്ന സമയത്തിന് പകരം വേറെ എന്തെങ്കിലും പണി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ. ഇത് തെറ്റൊന്നുമല്ല, ആത്യന്തികമായിട്ട് തെറ്റും ശരിയും ഒന്നുമില്ല. പാല് കുടിക്കുന്നത് നല്ലതോ ചീത്തയോ, അജീർണം ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ച്. അജീർണം ബാധിച്ചാൽ പാല് ചീത്ത, പനി വന്ന് മാറി പനി മുക്തരായി രോഗമുക്തരായി ആരോഗ്യത്തിലേക്ക് വരികയാണെങ്കിൽ പാല് നല്ലത്. പാല് വാസ്തവത്തിൽ നല്ലതുമല്ല ചീത്തയുമല്ല. അതുകൊണ്ട് ജ്ഞാനാർണവം എന്ന തന്ത്രത്തിൽ പറയുന്നു, പവിത്രം സകലം ചൈവ വാസനാ കുത്സിതാ ഭവേത്. ഈ ലോകത്തുള്ളതെല്ലാം പവിത്രമാണ്, അപവിത്രമായിട്ടൊന്നുമില്ല. വാസന എന്ന് പറഞ്ഞാൽ ഭാവനയാണ് അതിനെ മാറ്റിമറിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ചോരയല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നതേ തെറ്റൊന്നുമില്ല. പക്ഷെ അയാളുടെ ഉള്ളിലേക്ക് ഒരു ആവശ്യമില്ലാത്ത കുറ്റബോധം കടത്തിവിട്ട് അയാൾക്ക് പാകമാകാത്ത അറിവ് അയാൾക്ക് പകർന്നു കൊടുത്ത് അയാളെ ഇല്ലത്തുനിന്ന് ഇറക്കുകയും ചെയ്തു. അമ്മാത്ത് ഒട്ടെത്തിക്കാതെയും ഇരിക്കുക എന്നുള്ളത് ഒരു ശരിയായ പ്രവണതയല്ല. ഒരാൾക്ക് അയാളുടെ ശരികളിൽ നിന്ന് കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അത് ലോവറാണോ ഹയറാണോ അതൊക്കെ നമ്മൾ ഡിബേറ്റ് ചെയ്ത് അയാളെ കൊണ്ട് തോന്നിപ്പിക്കേണ്ട അയാളെ ചെയ്യുന്ന പ്രവൃത്തി വളരെ മോശമായതാണ്. ഇപ്പം ബലി ഇന്ത്യയിലുണ്ട്. അത് പുനർജന്മ പൂർവ്വജന്മ സിദ്ധാന്തങ്ങൾ ഇന്ത്യയിൽ, അതിനാണ് ഞാൻ അത്രയും വിശദമായിട്ട് പൂർവ്വജന്മ പുനർജന്മ സിദ്ധാന്തങ്ങൾ ഋഗ്വേദത്തിലില്ല എന്ന് പറഞ്ഞത്. ഈ കാനിബലസുമായിട്ട് ബന്ധപ്പെടാതെ ഇവിടെ ബലിയുണ്ട്. അത് ദേവതാ പ്രീതികരമായിട്ടാണ് നടത്തിയിരുന്നത്. ആ ദേവതകൾക്ക് പണ്ടത്തെ ആഹാരമാണത്. പശുവിനെ ഇവിടെ മനുഷ്യർ കഴിക്കുമായിരുന്നു എന്നാണ് പറയണത്. ഗോഘ്നൻ എന്നുള്ള വാക്ക് ആണ് അതിഥിക്ക് ഉപയോഗിച്ചിരുന്നത്. അതിഥി ഗോഘ്നൻ ഡിക്ഷണറി നോക്കിയാൽ ഗോഘ്നൻ എന്ന് പറഞ്ഞാൽ അതിഥി എന്നാണ് അർത്ഥം. അതിഥികൾ വരുമ്പോൾ ഇപ്പമുള്ള അതിഥികളെ കുക്കുടഘ്നൻ എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ അതിഥി വരുമ്പോൾ വീട്ടിലെ ഏതെങ്കിലും ഒരു കോഴി ചാവും. പണ്ട് അതിഥി വരുന്ന സമയത്ത് വീട്ടിലെ പശു ചാവും. അപ്പൊ ഗോഘ്നൻ എന്നാണ് അതിഥിക്ക് വിളിക്കുക. അപ്പൊ ഗോ എന്ന് പറഞ്ഞാൽ പശുവല്ല, ഗോ എന്ന് പറഞ്ഞാൽ വാക്കാണ്, ഗോ എന്ന് പറഞ്ഞാൽ വെളിച്ചവുമാണ്. അങ്ങനെയാണെങ്കിൽ ഗോഘ്നൻ എന്ന് പറഞ്ഞാൽ ഇരുട്ടൊട്ടാക്കി തരുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയല്ല, ഗോ എന്നുള്ള ശബ്ദത്തിന് വാക്കെന്നാണ് അർത്ഥം. അപ്പൊ ഗോഘ്നൻ എന്ന് പറഞ്ഞാൽ വാക്കിനെ നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം. അങ്ങനെ അർത്ഥം എന്ത് വേണേലും പറയാം. ഇതിന് പല അർത്ഥങ്ങളുണ്ട് ഈ വാക്കുകൾക്ക്. ഇതിൽ ശരിയും തെറ്റുകളൊന്നുമില്ല. ഓരോരുത്തർക്കും ഭരണഘടന അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് മാത്രമേ ആ നാട്ടിലെ പൗരന്മാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആ ഭരണഘടന ഇതിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ റിലീജിയസ് ടെക്സ്റ്റുകളിലൊന്നും ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞിട്ടുള്ളത് യോഗസൂത്രങ്ങളിലാണ്. അവിടുത്തെ കാഴ്ചപ്പാടും അവിടുത്തെ സാധനാ സമ്പ്രദായങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തവുമാണ്. ഇത് വ്യത്യസ്ത സാധനാ സമ്പ്രദായങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് മുന്നോട്ട് പോകുവാനുള്ള വഴിയാണ്. നമ്മൾ വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടുത്തെ തെയ്യമായിട്ട് ബന്ധപ്പെട്ട എന്നോട് ഈ ചോദ്യം ചോദിച്ചത്, തെയ്യം കെട്ടുന്നവർക്ക് അവർക്ക് ഈ ബലിയില്ലാതെ പറ്റില്ല. അത് ശരിയല്ല എന്നും പറഞ്ഞ് ഒരു കൂട്ടം പ്രബുദ്ധമതികൾ ബഹളം വയ്ക്കുമ്പം അതുകൊണ്ടുണ്ടാകാൻ പോകുന്നത് അവരുടെ ഉള്ളിൽ കുറ്റബോധമല്ലാതെ വേറെ ഒന്നുമല്ല. അവര് സ്വയം നിർത്തുകയാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. അവർക്ക് തോന്നുകയാണ് ഇത് ശരിയല്ല, ഞാൻ നിർത്തണം തോന്നിയാൽ അവർക്ക് നിർത്താം. അതല്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ റിച്വലിൻ്റെ ഭാഗമാണ്. അത് കാലാകാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് പകർന്നു കിട്ടിയ ഒരു റിച്വൽ സിസ്റ്റമാണ്. ആ റിച്വൽ സിസ്റ്റത്തിന് അതിൻ്റേതായിട്ടുള്ള ശരികളുണ്ട്. ആ ശരികളുണ്ട് എന്ന് ആധുനിക മനുഷ്യന് തോന്നിയത് കൊണ്ടും കൂടിയായിരിക്കില്ലേ ഇന്ന് കേരളത്തില്, ഉത്തര കേരളത്തില് കളിയാട്ടങ്ങളെല്ലാം പുനർജീവിക്കുന്നത്. ഈ കളിയാട്ടങ്ങളിലെല്ലാം ഈ ഗുരുതിയുണ്ട്.
അപ്പൊ പിന്നെ വരുന്നത് മുഴുവൻ അതിന്റെ ഫിലോസഫിയും ഇത് കൊടുത്താൽ ഇതിനൊക്കെ വളരെ ക്രിയകളുണ്ട്. ഈ പ്രാണനെ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രാണനെ എങ്ങനെയാ യോജിപ്പിക്കുക, ആരാ യോജിപ്പിക്കേണ്ടത്, അതിനെപ്പറ്റിയൊക്കെ ചർച്ചകളുണ്ട്. അതൊന്നും നമുക്ക് കടക്കാനുള്ളൊരു വേദിയല്ല ഇത് എന്നുള്ളത് കൊണ്ട് സാമാന്യമായിട്ട് പറഞ്ഞതാണ്. വേറൊരാളുടെ ശരികള് അനുവർത്തിക്കാനുള്ള അവകാശം ആൾക്കുണ്ട്. നമ്മളത് കൈകടത്തണ്ട. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ചെയ്യേണ്ട, എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ചെയ്യാറില്ല. ഞാൻ ഈ ബലി നടക്കുന്ന സ്ഥലത്ത് പോകാറ് പോലും ഇല്ല. കാമാഖ്യയിൽ ഇതുവരെ പോകാൻ മടി കാണിച്ചു. ഇപ്പോഴും പോകാൻ എനിക്കൊരു മടിയാണ്. പോകാൻ മടി കാണിക്കുന്നത് അവിടെ നടക്കുന്ന ബലി കാണാതെ അമ്പലത്തിനകത്തേക്ക് പോകാൻ പറ്റില്ല എന്നാണ് പോയിട്ടുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ അത് എൻ്റെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവർക്ക് പോകാൻ. കാമാഖ്യ ആരും പോകരുതെന്ന് ഞാൻ പറയാറില്ല. നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എൻ്റെ ദേവതകൾ വെജിറ്റേറിയനാണ്. വെജിറ്റേറിയൻസിന് റിസർവ്ഡ് അല്ല, അങ്ങനെ ധരിക്കരുത്. അങ്ങനൊരു ധാരണയുണ്ട് നമുക്ക്. സ്പിരിച്വൽ ആയാൽ പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം. പ്യുവർ വെജിറ്റേറിയൻസിന് റിസർവ്ഡ് ആണ്. സ്പിരിച്വൽ മോക്ഷം അല്ല, ലിബറേഷൻ അങ്ങനെ റിസർവ്ഡ് അല്ല. ആഹാരം എന്ത് നിങ്ങളുടെ തൊണ്ടയ്ക്ക് താഴോട്ടിറങ്ങിയാലും നിങ്ങളുടെ വയറ്റിൻ്റെ മെക്കാനിസം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, അതിനെ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ കാർബോഹൈഡ്രേറ്റ് ആണ് പിന്നീട് പലതുമായിട്ട് തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ